ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് ഞങ്ങളുടെ ഇവാൻ ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണിയാണ്. അതിൻ്റെ ഒരു ചെറിയ വ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ രാവിലെ തന്നെ 9 o'clock നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്. അങ്ങനെ ദുബായ് ടു കൊച്ചിയാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു പേടിയുണ്ട്, ഫ്ലൈറ്റിൽ കയറുമ്പോൾ ബുദ്ധിമുട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും എന്താണെന്നുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയാം. ഫ്ലൈറ്റിൽ കയറിയാൽ ബുദ്ധിമുട്ടാവോ, കരച്ചിലാവോ, ഫീഡിങ്ങിന് പ്രശ്നം ഉണ്ടാവോ എന്നൊന്നും അറിയില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ എയർപോർട്ടിൻ്റെ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടേക്ക് കുറച്ച് ലഗേജൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. നാട്ടിൽ പോകുന്നതായതുകൊണ്ട് ബേബിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ലഗേജ് മാത്രമേ കൊണ്ടുപോകാൻ വിചാരിക്കും. തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറേ ലഗേജൊക്കെ ആയിട്ട് വരാം. അങ്ങനെ ഈ ആൾ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് ഒരു സത്യാവസ്ഥ അറിഞ്ഞത്. ഫ്ലൈറ്റ് ലേറ്റാണ്, സ്പൈസ് ജെറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ ട്രാപ്പിലായി. കുറേ പേര് അങ്ങനെ എത്തിയവരുണ്ട്, ടൈമിങ് മാറ്റിയതും ഡിലേ ആയത് കാര്യം അറിയാതൊക്കെ. അങ്ങനെ അവർ തന്ന ഫുഡും ഞങ്ങൾ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പക്ഷേ ബേബിക്കുള്ള ഫുഡ് ഫീഡ് ചെയ്യാനുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഫീഡിങ് റൂമും കാര്യങ്ങളും ഇല്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് അവിടെ അന്വേഷിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഫീഡിങ് റൂമും കാര്യങ്ങളുണ്ട്, അല്ലാതെ ഈ ഒരു സ്പേസിൽ ഫീഡിങ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബേബിയൊക്കെ ആയിട്ട് പോകുമ്പം പ്രത്യേകിച്ച് ഫ്ലൈറ്റിൻ്റെ ടൈമും ഡിലേ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ അവന് പുതിയൊരു ഫ്രണ്ടിനെ, അവരുടെ ഏകദേശം ഒരു ഏജിലുള്ള ഫ്രണ്ടിനെയൊക്കെ മീറ്റ് ചെയ്തു. ഞങ്ങൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ റെഡിയായി. അങ്ങനെ ഫ്ലൈറ്റ് കുറേ ടൈം ഡിലേ ആയിരുന്നു. ലാസ്റ്റ് ഇവനെ ഫീഡ് ചെയ്യുക, ബർപ്പ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ മാക്സിമം എൻഗേജ് ആയിട്ട് നിന്നു. ഈ ഡിലേ ആയതുകൊണ്ട് തന്നെ ബേബീൻ്റെ ഫീഡിങ്ങിലും കാര്യത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അത് പറയാതിരിക്കാൻ വയ്യ, ഇങ്ങനെ ഡിലേ ആയത് കാരണം. പിന്നെ അവസാനം ചെക്ക് ഇൻ ടൈമായി. കുറേ ഡിലേ ആയിട്ട് 12:30 കഴിഞ്ഞു ചെക്ക് ഇൻ ചെയ്തപ്പം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ മെട്രോ കയറിയിട്ട് വേണം നമ്മളെ ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോ കയറി. കൂടെ ഞങ്ങൾക്കൊരു ഫ്രണ്ടിനെ കിട്ടി. കാരണം ഞാനും അമ്മയും ബേബിയും മാത്രമാണ് ഇനി കൊച്ചിയിലേക്ക് പോകുന്നത്. ഇത് ഇവാൻ ബേബിയുടെ ഫസ്റ്റ് മെട്രോ ആണ്. ഇതാണ് നമ്മൾ ഇനി പോകാൻ പോകുന്ന ഫ്ലൈറ്റ്, സ്പൈസ് ജെറ്റ്. ഇതാണ് ഇപ്പോൾ ഡിലേ ആയത്. ഞങ്ങൾ ഈ ഒരു ഡിലേ ആയത് കാരണം തന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റിലാണ്. അങ്ങനെ മാക്കിൽ പോയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി. ഞങ്ങൾ വയറ് ഫുള്ളാക്കി. കാരണം ഒന്നും കരുതാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശപ്പുണ്ടായിരുന്നു. ബേബിയും ടയേർഡായി ഇത് കാരണം കൊണ്ട് തന്നെ. പിന്നെ ബേബിക്ക് നമ്മൾ ഡയപ്പർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ടൈമാണ്. ഇതാണ് ആ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ബേബീൻ്റെ ഫീഡിങ് റൂം എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് ഡയപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല വൈപ്പ് ചെയ്ത് അവനെ ഓക്കെ ആക്കി. പിന്നെ ഞങ്ങൾ ഒരു ചായയും കൂടെ കുടിച്ച് ഫ്ലൈറ്റിനുള്ള വെയിറ്റിങ്ങിന് വേണം. ഇനി ഗേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അങ്ങോട്ട് ബേബീനെയും കൊണ്ട് പോകണം. അങ്ങനെ ഗോഡ്, ഫൈനലി ഗൈസ് ഫ്ലൈറ്റിനുള്ള ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നടന്ന് ഫ്ലൈറ്റിലോട്ട് കയറണം. ഇനി അവിടെ ഒന്ന് സീറ്റും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് നമ്മളെ ബേബീനും ഓക്കെ ആക്കിയതിന് ശേഷം മാത്രം ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ. ഇനി ഫ്ലൈറ്റ് കയറിയാലും എന്തൊക്കെ ഉണ്ടാവും എന്നറിയില്ല. അവൻ ഓക്കെയാണ്, ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഫ്ലൈറ്റിൽ കയറിയാലും ഓക്കെ ആവുന്നുള്ള പ്രതീക്ഷയിലാണ്. നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോ ടിപ്പ് എന്ന് പറയുന്നത് ഫീഡ് ചെയ്യിപ്പിക്കണം. ടേക്ക് ഓഫും ലാൻഡിങ്ങിനും ടൈമിൽ ഫീഡ് ചെയ്യിപ്പിക്കുക കുട്ടികളെ. ഇത് കുട്ടികളുടെ എയറിലെ പ്രഷർ ബാലൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ടേക്ക് ഓഫും ലാൻഡിങ്ങിനും ടൈമിലും ബേബീനെ ഫീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവാൻ ബേബി ആപ്പിയിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഇതുവരെ. ഈ ഡിലേ ആയതും അവിടെ നിന്നുകൊണ്ട് ഒന്നും ഒരു ബുദ്ധിമുട്ടായില്ല. പക്ഷേ ഫീഡിങ്ങിനൊക്കെ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. പക്ഷേ ഇനി കുഴപ്പമില്ല, നമ്മൾ ഫ്ലൈറ്റ് എടുത്തു. അങ്ങനെ ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് താഴെയുള്ള വ്യൂസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു ഉറക്കത്തിലേക്ക് കിടക്കാം. കാരണം നല്ല ടയേർഡാണ്. കാരണം ഇത്രയും നേരം 9 മണിക്ക് വന്നിരിക്കുകയാണ് എയർപോർട്ടിൽ. അത് നിങ്ങൾക്കറിയാലോ, അതിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഉറക്കത്തിലേക്കുള്ള, അവനും ഉറങ്ങാണ്, നല്ല ഉറക്കത്തിലേക്ക് അവൻ പോയിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കാരണം ഒരു
പേടിയുണ്ടായിരുന്നു ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന്. അങ്ങനെ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ അവന് ചെറിയ രീതിയിലുള്ള ഒരു സർപ്രൈസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമ്മൾ എയർ ഹോസ്റ്റസ്മാർ അറേഞ്ച് ചെയ്ത് തന്നു. അവന് കുഞ്ഞു കുഞ്ഞു സ്നാക്സും കാര്യങ്ങളും ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊരു മെമ്മറബിൾ. അങ്ങനെ നമ്മുടെ ഇവാൻ ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇങ്ങനത്തെ കുറേ ഒരു സ്നാക്സൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇതൊന്നും അവന് കഴിക്കാൻ പറ്റില്ല, എന്നാൽ അവർ സന്തോഷത്തിന് വേണ്ടി ക്യാബിൻ ക്രൂ ഇതൊക്കെ തന്നിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ക്യാബിൻ ക്രൂ നമുക്ക് തന്നത്. അവരെ കൂടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും നമ്മളെടുത്ത് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ക്യാബിൻ ക്രൂ ആയിരുന്നു. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ കൊച്ചി എത്താനായി. കൊച്ചി എത്തി. ഇനി നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയാണ്. തുടർന്ന് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഇനി അടുത്ത വീഡിയോസായിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ ഗൈസ്.